പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. May the name of the Lord be glorified. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വേഗവരുത്തവരായ യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. I greet all of you in the name of the matchless name of Jesus Christ. വിശേഷിച്ച് ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൽ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ ഞാൻ ബിനോയ് എന്നാണ് വിളിക്കുന്നത്. പാസ്റ്റർ മാത്യൂസ് അവറുകൾ, അദ്ദേഹത്തിൻ്റെ കുടുംബം. Especially I greet our pastor, Pastor Matthew and his family. ഇവിടെയുള്ള മറ്റ് ദൈവമക്കൾ and all the people who are in this congregation. ഞാൻ ഈ ദേശത്ത് വന്നപ്പോൾ എന്നെ റിസീവ് ചെയ്യുകയും എന്നെ സൽക്കരിക്കുകയും പാർപ്പിക്കുകയും ഒക്കെ ചെയ്ത പ്രിയ ബിച്ചാൻ കുടുംബം എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. And everyone else in this church, I greet all of you in the matchless name of Jesus Christ. മുഖവുരകൾ കൂടാതെ ദൈവവചനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. And I want to meditate on the word of God. ഞാൻ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് ഏറ്റവും സന്തോഷവും ഏറ്റവും ശ്രേഷ്ഠവുമായി കരുതുന്നു. And I'm very glad that I got this opportunity in this church to share the word of God. വിശേഷിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഷെർലി ആൻറ്റിയൊക്കെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് പകലത്തെ ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തുകളെ തുറന്ന ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് റോമൻസ്, റോമാലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. And for meditating today's word of God, I want to turn to Romans chapter 12 verse 1. വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. And the verse says that I beseech you therefore, brethren, by the mercies of the God, that you present your bodies as a living sacrifice, holy, acceptable unto God, which is your reasonable service. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഒരു ചെറിയ പദമാണ് ചിന്തിക്കുവാൻ പോകുന്നത്: ദൈവത്തിൻ്റെ മനസ്സലിവ്. And I want to just think about a short word in that verse, that is the mercies of the Lord. ദൈവത്തിൻ്റെ മനസ്സലിവ്, ദൈവത്തിൻ്റെ കമ്പാഷൻ ഓഫ് ഗോഡ് എന്ന പദമാണ് നമ്മൾ ചിന്തിക്കുന്നത്. And I want to really look at the word compassion or the mercies of the Lord. ചില വേർഷനുകൾ മേഴ്സി എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനേക്കാളും നല്ല പദം കമ്പാഷൻ എന്ന പദമാണ്. And some versions it says that it is mercies, but the correct word is compassion. ദൈവത്തിൻ്റെ മനസ്സലിവ് അറിയുക. And know the mercy or compassion of the Lord. ഈ പദം നമ്മൾ ധ്യാനിക്കുന്നതിന് മുൻപ്, before meditating this word, 4 കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദൈവത്തിൻ്റെ മനസ്സലിവ് അറിയുവാൻ കഴിയൂ. You need to understand about the 4 things, then only you will understand what compassionate is. ഞാൻ ഈ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് റോമാലേഖനത്തെ കുറിച്ച് ഒരു പദം പറയാം. Before we enter into this, I want to speak about the book of Romans. വേദപുസ്തകം പഠിക്കുമ്പോൾ 21 ലേഖനങ്ങളാണുള്ളത്. And if you learn that there are 21 books are there, epistles are there. 2 ലേഖനങ്ങൾക്ക് 16 അധ്യായങ്ങൾ വീതമുണ്ട്. And out of them 2 had 16 chapters. റോമാലേഖനവും 1 കൊരിന്ത്യലേഖനവും 16 അധ്യായങ്ങളാണ്. And in Romans and in 1 Corinthians you can see 16 chapters. വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊരിന്ത്യ ലേഖനമാണ് ഏറ്റവും വലിയ ലേഖനം. And if you consider the number of verses, 1 Corinthians are the biggest book. നാം റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ, and when you turn to Romans, റോമാലേഖനം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ക്രിസ്തീയ ജീവിതത്തിന്റെ തിയററ്റിക്കൽ പാർട്ടാണ്. and if you learn first 11 chapters, it is saying about the theoretical part of the Christian life. ക്രിസ്തീയ ജീവിതത്തിന്റെ തിയററ്റിക്കൽ പാർട്ട് 11-ാമത്തെ അധ്യായത്തിൽ അവസാനിപ്പിച്ച് ആമേൻ എന്ന് പറഞ്ഞിട്ടാണ് 12-ാമത്തെ അധ്യായം തുടങ്ങുന്നത്. And in the 11th chapter, last verse is amen, which completes the theoretical part of the Christian life. 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രാക്ടിക്കൽ പാർട്ടാണ്. And from 12 to 16, it says about the practical part of the Christian life. അപ്പോൾ റോമാലേഖനത്തെ പഠിക്കുന്നത് അങ്ങനെ മാത്രമല്ല, ഒട്ടുമിക്ക ലേഖനങ്ങളിലും പൗലോസ് അങ്ങനെയുള്ള സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ട്. And when you study Romans, or if you learn any kind of epistles that Paul has written, it has that kind of pattern. ക്രിസ്തീയ ജീവിതത്തിന്റെ തിയററ്റിക്കൽ പാർട്ടിനെ കുറിച്ച് പറഞ്ഞ അനന്തരം, and when you say about the theoretical part of the Christian life, അത് ക്രിസ്തീയ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുവാൻ തുടങ്ങുന്ന ഒരു ദൈവ പൈതൽ, and when a child of God start practicing that Christian life, ആദ്യമായി ചെയ്തു തുടങ്ങുന്ന ക്രമീകരണം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുകയാണ്. and the first thing that child of God will start doing is worshiping the Lord. ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതൽ, the child of who worships the Lord, ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങുമ്പോൾ
ആരംഭിക്കുമ്പോൾ And when he starts worshipping the Lord, അടിസ്ഥാനപരമായി അറിയേണ്ട കാര്യം ദൈവത്തിന്റെ മനസ്സലിവാണ്. and that's first thing that that child of God should know is the compassion of the Lord. ദൈവത്തിന്റെ മനസ്സലിവ് അറിയാതെ ഒരു വ്യക്തിക്കും ദൈവത്തെ ആരാധിക്കുവാൻ കഴിയില്ല. Without knowing the compassionate Lord, you can't really worship the Lord. എങ്ങനെയാണ് ദൈവത്തിന്റെ മനസ്സലിവ് മനസ്സിലാക്കുവാൻ And കഴിയുന്നത്? how you can understand the compassion of the Lord? ദൈവത്തിന്റെ മനസ്സലിവ് മനസ്സിലാകണമെങ്കിൽ 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. And if you need to understand the compassion, you have to understand 4 things. ആമേൻ. ഒന്നാമത്തെ കാര്യം നാം ആരായിരുന്നു എന്നറിയണം. The first thing what you need to know is who were you before. 2, ഇപ്പോൾ നാം ആരായിരിക്കുന്നു എന്നറിയണം. Second thing what you need to know is who are you currently. 3, നാം മുമ്പ് ആയിരുന്ന സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് വരുവാൻ ദൈവപുത്രൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നറിയണം. And the third thing what you need to know is from the first part of your life, what you are currently, what the Lord has done or the Son of God has done for you. 4, നമുക്ക് വേണ്ടി ദൈവപുത്രൻ ഒരുക്കിയ ഈ പദവിയുടെ പ്രിവിലേജ് നമ്മൾ അറിയണം. And the fourth thing what you need to know is the privileges that for a child of God. ഈ 4 കാര്യങ്ങൾ മനസ്സിലാകുമ്പോഴാണ് ദൈവത്തിന്റെ മനസ്സലിവിന്റെ ആഴം മനസ്സിലാക്കുവാൻ And when you കഴിയും. understand these 4 things, you will really know the compassion of the Lord. ഞാൻ ഇത് 4 വേഗത്തിൽ നിങ്ങളോട് പറയാം. And I want to go through these 4 things. സമയത്തിന്റെ പരിമിതി കൊണ്ട് കമ്പി വാചകങ്ങളിൽ മാത്രമേ പറയുവാൻ കഴിയൂ. Because of the limitations of the time, I want to go faster. 1, നാം ആരായിരുന്നു. The first thing, who were you? ആമേൻ. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഒരു ചിന്ത പഠിക്കേണ്ടതുണ്ട്. And from the Old Testament and New Testament, we need to think about it. സങ്കീർത്തനം 14ന്റെ 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ From Psalm chapter 14 verse 2 and ആ 3. വാക്യം ഒന്ന് വായിക്കണം. Psalms 14 verses 2 and 3. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. The Lord looked down from the heaven to see that is there anyone who will understand or seek the Lord. നീതിമാൻ ആരുമില്ല. There were nothing who was righteous. അവൻ ഒരുത്തൻ പോലുമില്ല. And there was none. എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നു. And they all were gone aside and they became filthy. നന്മ ചെയ്യുന്നവനില്ല. And there was none who was doing ഒരുത്തൻ good. പോലുമില്ല. There was not one. എല്ലാവരും ഒരുപോലെ വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നു. They were all gone aside and they became filthy. അപ്പോൾ നാം ആരായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. And it is written who were us before. കൊള്ളരുതാത്തവർ. Who were us? We were filthy. ആമേൻ. ആ പദം വളരെ ആഴമായി പഠിക്കേണ്ട വിഷയമാണ്. We need to understand what does that mean. അതിനെ ഒരു സിമ്പിൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്താൽ, And if you read in the simple terms, യൂസ്ലെസ് എന്നൊരു പദം ഉപയോഗിക്കും. you can say that you were useless. നമ്മുടെ മലയാളം കൾച്ചറിൽ ആ പദം വളരെ മോശമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. And in Malayalam we can use that in a very leisure way. അതിന് അത്ര ഒരു നല്ല അർത്ഥത്തിലല്ല പലരും അത് ഉപയോഗിക്കുന്നത്. When we use it in our local language, we may not be using it in a very good way. എന്നാൽ യൂസ്ലെസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഉപയോഗശൂന്യൻ, പ്രയോജനപ്പെടുത്താൻ കഴിയാത്തവൻ എന്നാണ്. The meaning of useless is you are not useful anymore. അപ്പോൾ നമ്മൾ ആരായിരുന്നു? And who were us before? ഉപയോഗശൂന്യരായിരുന്നു. We were useless. നമ്മൾ ആരായിരുന്നു? Who were us before? കൊള്ളരുതാത്തവരായിരുന്നു. We were filthy. എന്താ ആ പദം കൊണ്ട് What അർത്ഥമാക്കുന്നത്? does that word mean? നമുക്കറിയാം മലയാളം ബൈബിൾ എഴുതിയത്, And we know that Bible is written, പഴയ നിയമം എബ്രായ ഭാഷയിലാണ്. and the Old Testament was written in Hebrew. കൊള്ളരുതാത്തവൻ എന്നതിന് അവിടെ കൊടുത്തിരിക്കുന്ന എബ്രായ പദം, And for the word filthy, it is written in Hebrew. അലാഖ് എന്ന പദമാണ്. And they have used the word called alak. അലാഖ് എന്ന വാക്ക് നമുക്ക് അത്ര ഫെമിലിയർ ആകണമെന്നില്ല. And we are not familiar with that Greek word. എന്നാൽ ഇതിനോട് സിമിലർ ആയ ഒരു പദം നമ്മൾ കേട്ടിട്ടുണ്ട്. And we have heard a similar kind of word. ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. And there is a word that a particular community uses. അവരുടെ കുഞ്ഞുങ്ങളൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ, And when the children fight, അനുസരിക്കാതിരിക്കുമ്പോൾ, and when they do the disobedience, അവരുടെ പേരൻസ് ഇങ്ങനെ വിളിക്കും, ഹലാക്ക് പിടിച്ചവൻ പറഞ്ഞ കേൾക്കുന്നില്ല. and the parents normally call them halak. പക്ഷേ ആ പദം യഥാർത്ഥത്തിൽ ഹലാക്ക് എന്നല്ല, അലാഖ് എന്നാണ്. And the word actually is alak. അലാഖ് എന്ന എബ്രായ പദം 3 എബ്രായ അക്ഷരങ്ങൾ കൊണ്ടുള്ളവായ പദമാണ്. And that Hebrew word is created from 3 Hebrew letters. ഒന്നാമത്തെ പദം ആലിഫ്. And the first word is alif. രണ്ടാമത്തെ പദം ലാമത്ത്. And the second word is lamath. മൂന്നാമത്തെ പദം ഹെത്ത്. And third one is heth. അപ്പോൾ 3 എബ്രായ അക്ഷരങ്ങളാണ് അലാഖ് എന്ന വാക്കിലുള്ളത്. And in alak there are 3 Hebrew words. ആലിഫ്, Alif, ലാമത്ത്,
Lamath, ഹെത്ത്. Heth. എന്താണ് ആലിഫ് എന്ന വാക്കിന്റെ അർത്ഥം? What is the meaning of Aleph? മാസ്റ്റർ, യജമാനൻ. And it means master. ലാമത്ത് എന്ന പദത്തിന്റെ അർത്ഥം The meaning of Lamath is, നോ, ഇല്ല. the meaning is none. ഹെത്ത് എന്ന മൂന്നാമത്തെ പദത്തിന്റെ അർത്ഥം And the third word's meaning is, ഫെൻസ് അഥവാ വേലി എന്നാണ്. and it means the fence. അങ്ങനെയാണെങ്കിൽ ആ അലാഖ് എന്ന വാക്കിന്റെ പിക്ടോറിയൽ മീനിങ് നമ്മൾ പഠിച്ചാൽ And the meaning of the Alak word is, അതിനെ ഇങ്ങനെ മീൻ ചെയ്യുവാൻ കഴിയും: there is no master and there is no fence. and that means there is no master and there is no I mean, fence. യജമാനനില്ലാത്തവൻ വേലിയില്ലാത്തവൻ. And the meaning is the one who doesn't have a master, he doesn't have a fence. അപ്പോൾ വേദപുസ്തകത്തിൽ കൊള്ളരുതാത്തവൻ എന്ന് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? And the meaning of the word filthy in the Old Testament, what does that mean? അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യജമാനനില്ലാത്തവനും വേലിയില്ലാത്തവനും എന്ന നിലയിലുള്ള പദമാണ്. And that means is the one who doesn't have a master and he doesn't have a fence. അപ്പോൾ എന്താണ് യജമാനനില്ല എന്ന് പറഞ്ഞാൽ? And what is the meaning of the one who doesn't have a master? യജമാനൻ റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണ്. And the master is a responsible person. നമുക്കൊരു യജമാനനില്ലെന്ന് പറഞ്ഞാൽ നമുക്കൊരു റെസ്പോൺസിബിൾ പേഴ്സൺ ഇല്ലായിരുന്നു. And when you say that you don't have a master, that means that nobody is responsible for you. നമുക്ക് ചോദിക്കാനും പറയാനും ആരും ഉണ്ടായിരുന്നില്ല. There is no one who will ask for you. നമുക്കൊരു ഉത്തരവാദി There ഉണ്ടായിരുന്നില്ല. was no one who was accountable about you. നമുക്കൊരു യജമാനനില്ലെങ്കിൽ, നമുക്കൊരു ഉത്തരവാദി ഇല്ലെങ്കിൽ, And if you don't have a master, you don't have anyone who is responsible for you. ആർക്കും നമ്മെ എന്തും ചെയ്യുവാൻ കഴിയുമാ. And if you don't have a master, anyone can do anything against you. ഇന്നലകളിൽ നാം ആരായിരുന്നു എന്നാണ് ചിന്തിക്കുന്നത്. And the question is, who were you in the past? നമുക്ക് ഒരു ഉത്തരവാദിയില്ലായിരുന്നു. That means you don't have anyone who was responsible for you. നമുക്ക് വേണ്ടി ചോദിക്കുവാനോ പറയുവാനോ സംസാരിക്കുവാനോ ആരുമില്ലാത്ത അവസ്ഥയായിരുന്നു. And there was no one to talk about you or for asking or with you. നമുക്കൊരു പ്രതിസന്ധി ഉണ്ടായാൽ നമുക്ക് വേണ്ടി സംസാരിപ്പാൻ And ആരുമില്ലായിരുന്നു. when you are in a trouble and there was no one who will ask for you. നമ്മളെ ഒരാൾ അറ്റാക്ക് ചെയ്താൽ നമുക്ക് വേണ്ടി ഇടപെടുവാൻ ആരുമില്ലായിരുന്നു. And if someone come and attack us, there was no one who will question about it. രണ്ടാമത്തെ പദം there is no fence, വേലിയില്ല എന്നുള്ളതാണ്. And the second word was there was no fence. എന്താണ് വേലിയില്ല എന്ന് പറഞ്ഞാൽ? What is the meaning of there is no fence? നമുക്കറിയാം, നമ്മുടെ വീടുകൾക്ക് നമ്മൾ ഫെൻസ് കെട്ടാറുണ്ട്. And we know our houses we have fence. നമ്മുടെ ചേർച്ചിന് നമ്മൾ ഫെൻസ് We know our കെട്ടാറുണ്ട്. church has fence. നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഫെൻസ് And കെട്ടാറുണ്ട്. we know our property has a fence. എന്തിനാണ് ഫെൻസ് ഉപയോഗിക്കുന്നത്? And why we use fence? അത് സുരക്ഷിതത്വത്തെ And കാണിക്കുകയാണ്. that gives you a secure place. അപ്പോൾ നമ്മൾ ആരായിരുന്നു എന്നാ പറയുന്നത്? And it says that who were us നമ്മൾ before. സുരക്ഷിതത്വമില്ലാത്തവരായിരുന്നു. That means that we were not protected. ഒരു പ്രോപ്പർട്ടിക്ക് ഫെൻസ് ഇല്ല എങ്കിൽ And if a property doesn't have a fence, അതിൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും അതിക്രമിച്ചു കയറാം. anybody can get into that place. എന്നാൽ ഒരു ഫെൻസ് ഉള്ള പ്രോപ്പർട്ടിയിൽ ഒരുവൻ കയറുവാൻ കഴിയില്ല. And if there is a fence, no one can enter into it. ഫെൻസ് ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ ആർക്കും എന്തും അവിടെ കൊണ്ടുവന്ന് വലിച്ചെറിയാം. And if there is no fence, everybody can use or throw anything into that property. എന്ന് പറഞ്ഞാൽ എന്തു വേസ്റ്റും കൊണ്ടുവന്ന് തള്ളിയാൽ ആരും ചോദിക്കില്ല. That means that anybody can put their waste into that property. ഫെൻസ് ഇല്ലാത്ത ഒരു പ്രോപ്പർട്ടി വേസ്റ്റ് ഡംപിംഗ് ആയി പോകുവാൻ വലിയ താമസം വേണ്ട. And if there is a property where there is no fence, anyone can put the waste there. അങ്ങനെയാണെങ്കിൽ എന്താ ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? So what does that mean here? നാം ആരായിരുന്നു എന്ന് പഴയ നിയമം പഠിപ്പിക്കുന്നത് And Old Testament teaches us that who were us before. നമുക്കൊരു യജമാനനില്ലായിരുന്നു, We didn't have a master. നമുക്കൊരു ഉത്തരവാദി We ഇല്ലായിരുന്നു, didn't have a responsible person. ചോദിക്കുവാനും പറയുവാനും ആരുമില്ലായിരുന്നു, There was none who will ask about us. ജീവിതം തകർന്നതായിരുന്നു, And our life wasn't good ഒരു enough. പ്രതിസന്ധി ഉണ്ടായാൽ ഒരു ഉത്തരവാദി ഇല്ലായിരുന്നു. And if we were in trouble, there was no one to take മാത്രമല്ല responsibility for. മാത്രമല്ല Nonetheless, നമ്മുടെ ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വവും and ഉണ്ടായിരുന്നില്ല. there was no protection for our life. ആർക്കും എന്തും എപ്പോഴും ചെയ്യാൻ കഴിയുന്ന അവസ്ഥയായിരുന്നു. Anybody can do anything at any time in our life. ഒന്നുകൂടെ പറഞ്ഞാൽ വേസ്റ്റ് ഡംപിംഗ് യാർഡ് പോലെ നമ്മുടെ ജീവിതമായിരുന്നു. And our place was like a yard where you can dump your waste. നാം ആരായിരുന്നു? And കൊള്ളരുതാത്തവരായിരുന്നു. who were us before? We were just filthy people. നാം ആരായിരുന്നു എന്നാണ് പഴയ നിയമം പഠിപ്പിക്കുന്നത്? നാം യൂസ്ലെസ്
ബിലീവേഴ്സുകളായിരുന്നു, കൊള്ളരുതാത്തവരായിരുന്നു, വേസ്റ്റ് ഡംപിംഗ് യാർഡിന് തുല്യമായ That's ജീവിതമുള്ളവരായിരുന്നു. what the Old Testament teaches us, that we were in the Old Testament, we were very not good enough, and we were a place where the people could put waste in our life. ആരാലും സംരക്ഷിക്കപ്പെടുവാൻ കഴിയാതെ, ആരാലും ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ കഴിയാത്ത ജീവിതത്തിന്റെ ഉടമകളായിരുന്നു. And we were the people who didn't have any protectors, and we were having no one who will take accountable for us. ഇതാണ് പഴയ നിയമത്തിൽ നാം ആരായിരുന്നു എന്ന് പറയുന്നത്. That is what in the Old Testament it says about us. പുതിയ നിയമം നമ്മളെ കുറിച്ച് എന്താണ് പറയുന്നത്? And what does it says in the Old Testament? റോമാലേഖനം 2-ാമത്തെ അധ്യായം 9 മുതലുള്ള വാക്യം Romans chapter 2 verse 9. വായിച്ചട്ടെ. റോമാലേഖനം വായിക്കാമോ? എനിവൺ? Sorry, chapter 3 verses 9 onwards. Romans chapter 3 verse 9. Yeah. ശ്രദ്ധിക്കൂ, പുതിയ നിയമത്തിലും നമ്മെക്കുറിച്ച് എഴുതിയിരിക്കുന്ന നീതിമാൻ ആരുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. And in the New Testament also it is written that we never seek the Lord, and we were not good enough, and we all went out of our ways. നാം ആരായിരുന്നു എന്ന് തെളിയിക്കുവാൻ പൗലോസ് പഴയ നിയമത്തിന്റെ ഭാഗം കോട്ട് ചെയ്തിരിക്കുകയാണ്. And here actually Paul tries to prove what we were before. 14-ാം സങ്കീർത്തനവും 53-ാം സങ്കീർത്തനവും കോട്ട് ചെയ്താണ് പൗലോസ് ആ ഭാഗം എഴുതുന്നത്. And he has written quoting Psalm 14 and 51. 53 അവിടെ എഴുതിയിരിക്കുകയാണ്, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. And it's written there that everyone gone out of their way, and they became unprofitable. പഴയ നിയമം എന്താണ് നമ്മളെ കുറിച്ച് വായിക്കുന്നത്? And what Old Testament says about us, കൊള്ളരുതാത്തവർ. we were filthy. ആമേൻ. പുതിയ നിയമം എന്താണ് നമ്മളെ കുറിച്ച് പറയുന്നത്? And what Old New Testament says about us, കൊള്ളരുതാത്തവർ. we were unprofitable. അപ്പോൾ നമ്മളെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് നാം ആരായിരുന്നു? കൊള്ളരുതാത്തവരായിരുന്നു. And what the Bible says about us, before we were not good enough. നമുക്കറിയാം, പഴയ നിയമം എബ്രായ ഭാഷയിലാണ് എഴുതിയതെങ്കിൽ പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയത്. And Old Testament is written in Hebrews, and the New Testament is written in Greek. അവിടെ എഴുതിയിരിക്കുന്ന കൊള്ളരുതാത്തവർ എന്നതിൽ എഴുതിയിരിക്കുന്ന ഗ്രീക്ക് പദം അക്രയോ എന്ന പദമാണ്. And in the New Testament, for the filthy or unprofitable, they use the word called akreo. അക്രയോ എന്ന പദം നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല. You may not have heard that Greek word before. എന്നാൽ അതിന് സിമിലർ ആയ ഒരു പദം നമ്മൾ വേറെ കേട്ടിട്ടുണ്ട്. And we might have heard a similar word before. ആക്രി എന്ന പദം മലയാളികൾ കേട്ടിട്ടുണ്ട്. We might have heard in a Malayalam a term called അതെന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാതെ നിങ്ങളുടെ മുഖത്തെ എക്സ്പ്രഷൻ ഇപ്പൊ തന്നെ വെളിവാക്കുന്നുണ്ട്. And we all know what does that mean. എന്താണ് ആക്രി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? What is the meaning of akri? നമ്മള് ജീവിതത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും വസ്തു ചീത്തയായി കഴിഞ്ഞാൽ, And if in our house, if there is something that is not good enough, അതിനെ ഉപയോഗിക്കുവാൻ കഴിയാതെ വരുമ്പോൾ എടുത്ത് വേസ്റ്റിൽ കളയും. അതിന് പറയുന്ന പദമാണ് ആക്രി. and when it becomes useless, you throw it, and when it becomes a waste dump, then it is called akri. ഇതിന് സിമിലർ ആയ ഒരു പദം തന്നെയാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അക്രയോ. And the same similar kind of word is used in Greek, that is called akreo. പൗലോസ് ലേഖനങ്ങൾ എഴുതുമ്പോൾ, And Paul, when Paul wrote these epistles, പൗലോസ് പല ലേഖനങ്ങളിലും സെക്കുലർ കോണ്ടെക്സ്റ്റിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ലേഖനം എഴുതുന്നത്. and Paul always used this kind of secular context. ഗ്രീക്ക് സെക്കുലർ കോണ്ടെക്സ്റ്റുകളിൽ ഉള്ള പദങ്ങൾ ബൈബിൾ എഴുതുവാൻ പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. And Paul had used this Greek secular context when he was writing the word of God. ഒത്തിരി വിശദീകരണമുള്ളതാണ്. And there were a lot of explanations for that. പാപം എന്നതിന് 5 പദങ്ങൾ പൗലോസ് And ഉപയോഗിച്ചിട്ടുണ്ട്. Paul had used 5 words for the word called sin. ഗ്രീക്കിൽ 5 പദങ്ങളാണ് പാപത്തിനുള്ളത്. And in Greek there are 5 words are there for sin. അതിലൊരു പദമാണ് ഹമാർത്തിയ അഥവാ ഹമാർഷ്യ എന്ന പദം. And the first word is called hamatia or hamartia. ആ പദം ഗ്രീക്ക് സെക്കുലർ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്ന പദമാണ്. And it is normally used in the context of Greek world. ഇതുപോലെ ബൈബിൾ എഴുതുവാൻ പൗലോസ് ഗ്രീക്ക് സെക്കുലർ കോണ്ടെക്സ്റ്റിലുള്ള പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. And similar way Paul had used this kind of context here. അങ്ങനെ ഒരു പദമാണ് അക്രയോ. And there similar kind of word is
is called akreo. എന്താ അതിന്റെ അർത്ഥം? What is the meaning of the word? ഗ്രീക്ക് സെക്കുലർ കോണ്ടെക്സ്റ്റിൽ In the Greek secular context, അവൻ ഒരു വ്യക്തി അക്രയോ എന്ന പദം ഉപയോഗിക്കുന്നത്, and when a person use that word, ഇപ്പോൾ നമുക്കറിയാം എബിജാനും ഷേർലിയാനും ഒരു ഭവനത്തിൽ പാർക്കുന്നു. and when we are staying in a one house, ഞാൻ അവരുടെ ഭവനത്തിലേക്ക് ചെന്നു. and one person come into that house, എബിജാൻ പറഞ്ഞു, പാസ്റ്റർ ക്ഷീണിച്ചാ വന്നൊരു കോഫി എടുക്ക. and the person says that okay, you want to have tea, അപ്പോ ഷേർലിയാൻറ്റി പെട്ടെന്ന് കോഫി എടുക്കാൻ പോയി. and okay, I took the tea, അവൻ അവിടെ ചെന്നപ്പോ പാല് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ പാല് ചീത്തയായിരിക്കുന്നു. and when we looked at that, the milk got spoiled, കോഫി എടുക്കാൻ പാലില്ല, and അത് ചീത്തയായി പോയി. there is no milk to prepare the coffee, ആ പാല് ചീത്തയായി എന്ന് എബിജാനെ അറിയിക്കാൻ ഷേർലിയാന്റെ ഗ്രീസിൽ ആ താമസങ്ങളിൽ ഉപയോഗിക്കുന്ന പദമാണ് അക്രയോ. and if you have to convey the message that the milk is spoiled, and for that word spoiled we use the word called akreo. പാല് ചീത്തയായി പോയ പാല് ചീത്തയായി പോയി എന്ന് പറയാൻ ഉപയോഗിക്കുന്ന പദമാണ് അക്രയോ. And when you want to convey the message that the milk is spoiled, then for that spoiled we use the word called akreo. രണ്ടാമത്തേത് മുട്ട ചീത്തയാകുമ്പോൾ മുട്ട ചീത്തയായി പോയി എന്ന് പറയാൻ ഉപയോഗിക്കുന്ന പദമാണ് അക്രയോ. And another way is you can say that when an egg gets spoiled, you can say that it got akreo. എന്താണ് അക്രയോ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്? And what is the meaning of the term called akreo? അതിന്റെ സെക്കുലർ കോണ്ടെക്സ്റ്റിൽ ആ പദം ഉപയോഗിക്കുന്നതിന്റെ പ്രത്യേകത, And the peculiarity of using in that secular context, മുട്ടയും പാലും ചീത്തയായ അനുഭവത്തെ വ്യക്തമാക്കാനാണ്. and there we use that to show that the milk or egg that got spoiled. എന്താണ് മുട്ടയും പാലും ചീത്തയായുള്ള പ്രത്യേകത? And what happens when our egg or a milk gets spoiled? അത് റീയൂസ് ചെയ്യുവാൻ കഴിയത്തില്ല. And once it gets spoiled, you can't use it again. അതിനെ പ്രയോജനപ്പെടുത്താൻ മറ്റൊരു നിലയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. And we can't use it in any other way. അപ്പൊ ഒരിക്കൽ പോലും ചീത്തയായി പോയ പാല് ഉപയോഗപ്രദമാക്കുവാൻ കഴിയില്ല. And once the milk gets spoiled, you can never use it again. ഒരിക്കൽ പോലും ചീത്തയായ മുട്ട ഉപയോഗിക്കുവാൻ കഴിയത്തില്ല. Once the egg is spoiled, you can't eat it or you can't use it. അതിനെ റീപ്രൊഡക്റ്റീവ് ആക്കുവാൻ കഴിയില്ല. And you can't use it in a different way. അത് റെഡീം ചെയ്തിട്ട് കാര്യമില്ല. And there is no point in keeping it. അങ്ങനെ അവൻ ചീത്തയായി പോകുന്നു എന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് നമ്മളെ കുറിച്ച് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ളത് പുതിയ നിയമത്തിൽ. And to express that a man got spoiled in that kind of way, you can't be used again. That word is used called akreo. എന്താണ് അതിന്റെ അർത്ഥം? And what is the meaning of it? നാം ആരായിരുന്നു എന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. And who were us? It is taught in the പ്രയോജനപ്പെടുത്തുവാൻ കഴിയാതെ വണ്ണം. That means that you cannot be used. മുട്ടയും പാലും ചീത്തയായി പോകുന്നത് പോലെ The way how eggs and milk get spoiled, ജീവിതം തകർന്നവരായിരുന്നു നമ്മൾ. and our life was spoiled in that way. മുട്ടയും പാലും ചീത്തയായാൽ എന്താണ് പ്രത്യേകത? And when the egg or milk gets spoiled, what happens? ദുർഗന്ധം വമിക്കുന്ന അനുഭവമാണ് അതിന്. It will stink. ആ പദം നമ്മൾ ഉപയോഗിച്ചിട്ടെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? And if it has been used for a human being, what does that mean? ജീവിതം ദുർഗന്ധം വമിക്കുന്നതായിരുന്നു. That means their life will be having a stink. ആരാലും വീണ്ടെടുക്കുവാൻ കഴിയാതെ, And the person who cannot be redeemed by anyone, ആരാലും പ്രയോജനപ്പെടുത്തുവാൻ കഴിയാതെ, and he cannot be useful in any way, ആരാലും ഉപയോഗപ്രദമാക്കുവാൻ കഴിയാതെ and he can't be used by anyone else, തകർന്നുപോയ ജീവിതത്തിന്റെ ഉടമകളായിരുന്നു നമ്മൾ. and the people were that kind of life, നാറ്റം വമിക്കുന്ന ജീവിതത്തിന്റെ ഉടമകളായിരുന്നു and we നമ്മൾ. were having a life which was giving stink, ഒരു നിലയിലും പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത ജീവിതത്തിന്റെ ഉടമകളായിരുന്നു നമ്മൾ. and no way we would be able to use for anything അതുകൊണ്ടാണ് else. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത്, That is why the song says that, ചേറ്റിലല്ലയോ കിടന്നത് ഓർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചത് എൻ ജീവിതേ. that is why it says that our life was like in a miry clay, and no, it was stink, നാറ്റം വമിക്കുന്ന ജീവിതത്തിന്റെ ഉടമകളായിരുന്നു and നമ്മൾ. we were having a life which was stinking. ഞാൻ കണ്ടിട്ടുണ്ട് നാട്ടിൽ പല വ്യക്തികളും And I have seen back in India, I have seen പാരമ്പര്യത്തെ പറഞ്ഞ് ഊറ്റം കൊള്ളുന്നത്, and they have told about the traditions. കുടുംബ പശ്ചാത്തലം പറഞ്ഞ് ഊറ്റം കൊള്ളുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. They talk about their family backgrounds. എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും വേദപുസ്തകം പറയുന്നു നീ നാറ്റം വമിക്കുന്ന ജീവിതത്തിന്റെ And ഉടമയായിരുന്നു. whatever you have, you proud about, but once you were having that kind of stinky life, ആരാലും വിടുവിക്കപ്പെടുവാൻ കഴിയാതെ, and without
nobody you could be redeemed, തകർന്നുപോയ ജീവിതത്തിന്റെ ഉടമകളായിരുന്നു and നമ്മൾ. you were having a spoiled life. ഇതായിരുന്നു നമ്മുടെ ജീവിതം. That is what our life was. നാം ആരായിരുന്നു? And who were us before? ഒന്ന് അലാക്കായിരുന്നു, We were Alak. രണ്ട് ആക്രയോ ആയിരുന്നു, We were Akroi. We യജമാനനില്ലാത്തവരായിരുന്നു, were with no master. ഫെൻസ് We ഇല്ലാത്തവരായിരുന്നു, were not having any fence. നാറ്റം വമിക്കുന്നവരായിരുന്നു, We were stingy. റെഡീം ചെയ്യാൻ കഴിയാതെ പോയ തകർന്ന ജീവിതത്തിന് ഉടമകളായിരുന്നു, We couldn't be redeemed. എല്ലാവരാലും And ഉപേക്ഷിക്കപ്പെട്ടവരായിരുന്നു. we were forsaken by everyone. എന്നാൽ ഇപ്പോൾ നമ്മൾ ആരാണ്? Now who we are. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 1:12 ഇങ്ങനെ വായിക്കുന്നു. And in Gospel of John 1 verse 12 it says like this. യേശുവിനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം കൊടുത്തു. And it says that as many as received him, to them God gave the power to become the son of God, even to them that believe on his name. നമ്മൾ ആരാണ്? And who are us? ഇപ്പോൾ നമ്മൾ ദൈവമക്കളാണ്. Now we are the children of God. യോഹന്നാൻ ലേഖനത്തിൽ പറയുകയാണ്. And John is saying ഒന്ന് യോഹന്നാൻ 3:1 വായിക്കുന്നു. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. And in 1 John 3 verse 1 says that in the Lord had given us so much love that we had been called as children of God. അങ്ങനെ തന്നെ നാം ആകുന്നു. We are like that. എന്താ അതിന്റെ അർത്ഥം? And what does that mean? ഇന്നലകളുടെ അവസ്ഥ അല്ല ഇന്നുള്ളത്. Our situations are changed. ഇന്നലകളിൽ നമുക്ക് യജമാനനില്ലായിരുന്നു, And in the past we didn't have a master. എന്നാൽ ഇപ്പോൾ പറയുകയാണ് കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. Now it says that behold what manner of love the Father had given us, so എന്താ that we അതിന്റെ have been called അർത്ഥം? the children of God. എന്താ അതിന്റെ അർത്ഥം? ഇപ്പോൾ നമുക്കൊരു അപ്പനുണ്ടെന്നുള്ളത്. That means that you have a father now. ഇന്നലകളിൽ നമുക്ക് യജമാനനില്ലായിരുന്നു, ഉത്തരവാദിയില്ലായിരുന്നു, ചോദിക്കാൻ ആളില്ലായിരുന്നു. In the past we didn't have a master, we didn't have anyone to ask about us. ഇന്നലകളിൽ നാം അനാഥരായിരുന്നു. And in the past we were orphans. എന്നാൽ ഇന്ന് നമ്മൾ അനാഥരല്ല, നമ്മൾ സനാഥരാണ്. നമുക്കൊരപ്പനുണ്ട്. Now we are not orphans because we have a father. നമുക്കൊരു യജമാനൻ സ്വർഗത്തിലുണ്ട്. We have a master in heaven. നമുക്കൊരു ഉത്തരവാദി സ്വർഗത്തിലുണ്ട്. We have a person who is നമുക്ക് responsible. ചോദിക്കാനും പറയാനും ആളുണ്ട്. Now we have a person who will question ഇന്നലകളിലെ about us. ജീവിതമല്ല ഇന്നത്തേത്. Our life has changed നാം ദൈവമക്കളാണ്. because we are the children of God. ആമേൻ. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. That's why behold we have been called because of the children of God. ദൈവമക്കൾ എന്നതിന് അവിടെ കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം, And for the children of God the Greek word is മകൻ used. എന്നതിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ And if you look at the word for son, അവിടെ കൊടുത്തിരിക്കുന്ന ടെക്ന എന്ന പദമാണ്. ടെക്ന, the Greek word which is used as tekna. എന്താ ടെക്ന എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? What is the meaning of word tekna? പുരുഷന്റെ ഇഷ്ടത്താലല്ല, Not by the man, അവൻ ജഡത്തിൽ നിന്നല്ല, not by the flesh, ദൈവത്തിൽ നിന്ന് നേരിട്ടു ജനിച്ചത് എന്നാണ് ആ പദം കൊണ്ട് and it അർത്ഥമാക്കുന്നത്. is mean that it is born directly from the Lord. ഇന്നലകളിൽ നമുക്ക് ആരും ഉത്തരവാദിയില്ലായിരുന്നു. And we didn't have anyone who was the master in the past. ഇന്നലകളിൽ നമുക്കൊരു We അപ്പനില്ലായിരുന്നു. didn't have a father in the past. ഇന്നലകളിൽ നമുക്ക് യജമാനനില്ലായിരുന്നു. We didn't have a master in the past. എന്നാൽ ഇന്ന് നമ്മൾ സമൻ ടെക്നായാണ്, ദൈവ പൈതലാണ്. Now we are tekna because we are the child of God. എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് നേരിട്ടു ജനിച്ച അനുഭവം? Because we are directly born from the Lord. യേശു ജനിച്ചതുപോലെ ദൈവത്തിൽ നിന്ന് നേരിട്ടു ജനിച്ചവൻ. The same way Jesus was born, we are also born directly from the Lord. നമ്മൾക്കൊരു ഉത്തരവാദിയുണ്ട്. We have a person who is responsible for us. നമുക്കൊരു യജമാനനുണ്ട്. We have a master. നമുക്കൊരു അവൻ ചോദ്യം ചെയ്യാൻ, നമുക്ക് വേണ്ടി സംസാരിപ്പാൻ സ്വർഗമുണ്ട്. There is a person who will question for us. ഇന്നലകളിൽ നമ്മൾ ആരുമില്ലാത്തവരായിരുന്നു, And in the past we didn't have anyone. തകർന്നവരായിരുന്നു. We were destroyed. അവൻ യജമാനനില്ലാത്തവരായിരുന്നു, We didn't have a master. ഫെൻസ് We ഇല്ലാത്തവരായിരുന്നു, didn't have a fence. ആരാലും ചോദിക്കാൻ We കഴിയാത്തവരായിരുന്നു. didn't have anyone who will mediate for us. രണ്ട് നാറ്റം വമിക്കുന്ന ജീവിതത്തിന് ഉടമകളായിരുന്നു. And our life was stingy. എന്നാൽ പൗലോസ് കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, And when Paul was writing the first Corinthians epistle, നാറ്റം വമിച്ചിരുന്ന നമ്മെ and the one who was generating that
that kind of പൗലോസ് stingy. കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, And Paul was written there. എന്നാൽ ഇപ്പോൾ നിങ്ങൾ Now രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും we are saved അവൻ നശിച്ചു പോകുന്നവരുടെ ഇടയിലും in the midst of the people who are saved and who are perished. ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാണ്. Now we are giving the sweet savor for the നാം Christ. ക്രിസ്തുവിന്റെ അരോമയാണ്, And we സൗരഭ്യവാസനയാണ്. are the sweet savor or the aroma of Christ. ഇന്നലകളിൽ നാറ്റം വമിച്ച ജീവിതമായിരുന്നെങ്കിൽ And in the past we were stingy. ഇന്ന് നാറ്റം വമിക്കുന്ന ജീവിതമല്ല. Now you are not producing any more dirty പകരം smell. ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാണ്. But now you are having that sweet savor of the Lord. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, That is why the psalmist says, മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത തന്റെ കൃപയാ. that's why we sing that because of the God's grace our life was changed. ഇന്നലകളിലെ നാറ്റം വമിക്കുന്ന ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് അവൻ നാറ്റമില്ലാത്ത അവൻ ക്രിസ്തുവിന്റെ അരോമയായി സൗരഭ്യവാസനയാക്കി മാറ്റിയ ദൈവ സ്നേഹത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം From ചെയ്യുകയാണ്. the past, from the stingy situation of our life had changed with an aroma, and we thank Lord for that change. ഇന്നലകളിൽ നമ്മൾ തകർന്നവരായിരുന്നു, And in the past we were broken, ഇന്നലകളിൽ നമ്മൾ നാറ്റം and വമിക്കുന്നവരായിരുന്നു. our life was stingy. എന്നാൽ ഇന്ന് നമുക്ക് യജമാനനുണ്ട്. But now we have a നാം master. ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാണ്. Now we have that sweet savor of our Christ. ഹല്ലേലൂയ. നശിക്കുന്നവരുടെ ഇടയിൽ പോയാലും രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ പോയാലും നിനക്ക് ഒരു സൗരഭ്യവാസനയുണ്ട്. It doesn't matter where you are, in the midst of the saved people or in the perishable people, ഈ you have പകലിൽ that savor. അത് നാം തിരിച്ചറിയണം. You should realize that today. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടത് എന്തുകൊണ്ടാണെന്നറിയാമോ? Today we need to understand why we all are blessed. നമ്മുടെ കുടുംബജീവിതത്തിന്റെ ശ്രേഷ്ഠതയല്ല, It is not because of our family നമ്മുടെ background. വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠതയല്ല, It's not because of the education you have. നമ്മുടെ കഴിവിന്റെ ശ്രേഷ്ഠതയല്ല. It is not your ability or your capability. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്നതാണ് സകല അനുഗ്രഹത്തിന് കാരണം. It is just because Christ had come into your life. ഞാനൊരു പദം വേദപുസ്തകത്തിന്റെ വെളിപ്പാട് നിങ്ങളോട് പറയാം. And I want to use a term from the Bible. നമുക്കറിയാം, പഴയ നിയമത്തിലെ പൂർവ്വപിതാക്കന്മാരിൽ മൂന്നാമനാണ് യാക്കോബ്. And in the Old Testament, you know that in our ancient fathers, the third one is Jacob. യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടു. We know that Jacob was blessed. എങ്ങനെ ദൈവം അപ്പന്റെ അനുഗ്രഹം യാക്കോബിന്റെ മേൽ വന്നത്? And how the Lord had transferred his father's blessing to Jacob. യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടത് യാക്കോബ് ഭക്തനായതുകൊണ്ടല്ല. Is it Jacob was God blessed not because he was faithful. യാക്കോബിനെ കുറിച്ച് വായിക്കുന്നവൻ ഉപായി എന്നാണ്. And if you read about Jacob, he was a cheater. യഥാർത്ഥത്തിൽ ഉപായി എന്നത് നമ്മൾ അതിന്റെ ഒറിജിനൽ വാക്ക് പഠിച്ച ലെക്കാച്ചർ എന്ന പദമാണ്. ലെക്കാച്ചർ, ഉപായി. And if you read the original word, it is called ലെക്കാച്ചർ, okay, കാലുവാരി. Okay, the one who pulls the leg. ആമേൻ. നമുക്ക് ഏറ്റവും നല്ല പദമാണ്. ഞാനിങ്ങനെ യാക്കോബിനെ കുറിച്ച് ഞാൻ ഈ ക്യാരക്ടർ സ്റ്റഡി ചെയ്യാറുണ്ട്. And I always learn about the characters. യാക്കോബിനെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു എന്റെ പഠനം ഞാൻ പറയാം, കാലുവാരിൽ PhD എഴുതുവാൻ യാക്കോബ്. And when I learn about Jacob, he is a person who used to pull others' leg. അവൻ ഒത്തിരി വിശദീകരിക്കണം. ഞാൻ ഒരു ചിന്തയ്ക്ക് പറയാം. And I want to tell about something. നമുക്കൊരു കുഞ്ഞുണ്ടായാൽ അതിന്റെ കയ്യിൽ ഒരു ടോയ്സ് കൊടുക്കണം, മിനിമം 6 മാസം കഴിയണം. And if you want to give a toy to a baby, you will wait for 6 months. ഫീഡിംഗ് ബോട്ടിൽ കൈ കൊടുക്കണമെങ്കിൽ 6 മാസം കഴിക്കണം. And if you have to give him a feeding bottle, you have to wait for 6 months. ജനിച്ച കുഞ്ഞുങ്ങൾ ആരും പിറ്റേ ദിവസം പെൻസിൽ എടുത്ത് പടം വരച്ചിട്ടില്ല. And after just being born, an infant can't draw things. മിക്കവാറും 6 മാസം ഇങ്ങനെ കൈ പിടിച്ച് ഒറ്റ കിടപ്പാ. And they don't do anything other than just lying down. പക്ഷെ ഇവനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. And if you look at that infant, അമ്മയുടെ വൂമ്പിനകത്തൊന്ന് പുറത്തോട്ട് വരുമ്പോഴേ ഒരു ചിന്തയുണ്ട്. and if mother comes in that room, ചേട്ടന്റെ കാലെ പിടിച്ചോണ്ടാ വരുന്നേ. And he holds the leg of the brother. ജനനത്തിക്ക് തന്നെ കാലുപിടുത്തം തുടങ്ങിയതാ. And Jacob actually was holding his leg's brother when he was born. PhD ചെയ്യും മനുഷ്യൻ. And he has that kind of കാലുവാറിൽ ഇവൻ ശ്രേഷ്ഠനാ. and he had that kind of trick even when he was born. എന്നിട്ടും അവൻ അനുഗ്രഹിക്കപ്പെട്ടു. And then also he was blessed. അവനെ ഇസഹാക്ക് അനുഗ്രഹിച്ചു. And Isaac actually blessed him. എന്നാ കാര്യം?
And what is the reason? അവനെ ഇസ്ഹാക്ക് അനുഗ്രഹിക്കുന്ന ഒരു ചിത്രമുണ്ട് വേദപുസ്തകത്തിൽ. And there is a picture where Isaac actually blessing Jacob. ഇസ്ഹാക്ക് തന്റെ മകനായ ഏശാവിനോട് പറയാ, എന്നെ പോലെ എനിക്ക് കണ്ണു കാണാൻ കഴിയുന്നില്ല, നീ പോയി വേട്ട തേടി ഇറച്ചി കൊണ്ടുവരണം, അത് തിന്നിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുക. And Isaac actually told Isaiah, you go and hunt animal and you bring that meat, then I can bless you. ഏശാവ് വേട്ട തേടാൻ പോയി. And he had gone for hunting. അവൻ ഏശാവിന്റെ അമ്മ റെബേക്ക അവൻ മകനായിരിക്കുന്ന യാക്കോബിനോട് പറയാം, നിന്റെ അപ്പൻ നിന്റെ ജ്യേഷ്ഠനോട് പറയുന്നത് ഞാൻ കേട്ടു, അവനെ വേട്ടയിറച്ചി നിന്ന് അനുഗ്രഹിക്കാൻ പോകുക. Then Isaac's mother Rebekah overheard this and she told Jacob that your brother is going to bring the meat and he is going to get the blessing. എന്നാൽ നീ ഒരു കാര്യം ചെയ്യണം, നീ ആട്ടിൻകൂട്ടിൽ നിന്ന് ഒരെണ്ണത്തിനെ പിടിച്ചോണ്ട് വരണം, ഞാൻ പാകം ചെയ്തു തരാം, അത് തിന്നിട്ട് നിന്റെ അപ്പൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. So the Rebekah advised Jacob, go and get a lamb so that I can cook it, you give it to the father and get the blessings from him. യാക്കോബ് പറയാ, അങ്ങനെയൊന്നും പറ്റത്തില്ല, എന്റെ ജ്യേഷ്ഠനും ഞാൻ തമ്മിൽ വ്യത്യാസമുണ്ട്, എന്റെ ജ്യേഷ്ഠനെ ശരീരത്തിൽ രോമമുള്ളവനാ, ഞാൻ രോമമുള്ളവനല്ല, എന്റെ അപ്പൻ എന്നെ തപ്പി നോക്കിയാൽ അവൻ എന്നെ അനുഗ്രഹിക്കല, പകരം ശപിക്കും. And Jacob said, it won't work out because my brother has a lot of hair in his body, and if father touch me, he will realize that I am Jacob and he will curse me instead of blessing me. അമ്മ പറയാ, ഇല്ല, അതിന് ഞാൻ വഴിയുണ്ടാക്കാം. And then mother said, no, I will make a way for it. അങ്ങനെ അതിനുള്ള ക്രമീകരണം ചെയ്തു. And mother arranged the ഈ അമ്മച്ചി ഈ ആടിനെ നന്നായി കുക്ക് ചെയ്ത് ഭർത്താവിന് കൊടുത്തു വിടുക. And then Rebekah cooked that meat and gave to her wife. ഇസ്ഹാക്ക് വേട്ടയിറച്ചി നിന്ന് ശീലമുള്ളവരാ. And then Isaac knows the meat. നാട്ടിറച്ചി വേട്ടയിറച്ചിയുടെ രുചിയിൽ വെക്കാൻ ഈ അമ്മച്ചിക്ക് അറിയാം. And then the Rebekah knows how to cook the meat like a hunted one. അവളത് കുക്ക് ചെയ്ത് കൊടുത്തു വിട്ടു. And Rebekah cooked it and gave to her husband. ഇസ്ഹാക്ക് യാക്കോബിനോട് ചോദിക്കുകയാണ്, നീ ഇത്ര വേഗത്തിൽ വന്നതെന്ത്? And Isaac asked Jacob, how fast you came? അവൻ പറയാ, നിന്റെ ദൈവമായ യഹോവ ഞാൻ അങ്ങോട്ട് ചെയ്തപ്പോൾ എന്നെ നേരെ വരുത്തി തന്നു. And then Jacob said, when I went there, he gave me the hunting ഇത് meat. തിന്നിട്ട് അനുഗ്രഹിക്കണം. And you eat this and bless me. ഇസ്ഹാക്ക് പറയാ, നിന്റെ ശബ്ദം കേട്ടിട്ട് നീ ഏശാവല്ല യാക്കോബാണെന്ന് തോന്നുന്നല്ലോ. Then Isaac listened the voice and he said, you seem like it's Jacob, not ഇല്ലപ്പാ, Isaac. ഞാൻ നിന്റെ ആദിജാതൻ ഏശാവാ. And then Jacob confirmed that, no, I am the first one. അവൻ പറയാ, ഇല്ല, ഞാൻ ആദിജാതൻ ഏശാവ് തന്നെ. And he confirmed that I am not Jacob, I am Isaiah. ഇസ്ഹാക്ക് പറയാ, നോ, നീ എന്റെ ആദിജാതൻ ഏശാവല്ല, നിന്റെ ശബ്ദം കേട്ടാൽ എനിക്കറിയാം നീ യാക്കോബാണ്. But Isaac was still hesitating, saying that it is not my first son, it is my second son. എങ്കിലും കൊണ്ടുപോവാ, ഞാൻ തിന്നിട്ട് നിന്നെ അനുഗ്രഹിക്കട്ടെ. I'll eat this meat and I'll bless you. അവനത് തിന്നിട്ട് അവനെ അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ And when Isaac ate that and he started blessing him, ഇസ്ഹാക്ക് ഇങ്ങനെ പറയുന്നു, നീ എന്റെ ആദിജാതൻ ഏശാവാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാനൊന്ന് തപ്പി നോക്കട്ടെ. and then Isaac said, I don't feel like you are my first son, let me touch you. ഇസ്ഹാക്ക് അവനെ തപ്പി നോക്കിയപ്പോൾ ആടിന്റെ രോമം പൊതിഞ്ഞു കെട്ടിയതുകൊണ്ട് ഏശാവാന്ന് തോന്നി. And because Isaac was covered in Jacob was covered in the fur of the lamb, and he felt like Isaiah. ഇസ്ഹാക്ക് പറയാ, ശരീരം തപ്പി നോക്കിയപ്പോ ഏശാവിന്റേത്, ശബ്ദം കേട്ടിട്ട് യാക്കോബിന്റേത്. And then Isaac said, when I touched you, you feel like Isaiah, but your voice is like Jacob. അവൻ നിന്നെ കേട്ടിട്ട് യാക്കോബാന്ന് തോന്നേ, തപ്പി നോക്കുമ്പോ യേശാവെന്ന് തോന്നുന്നു. കൺഫ്യൂസ്ഡ് ആണ്. Your voice is like Jacob, but you are touched like Isaiah, so I am confused. എങ്കിലും എന്റെ വാക്ക് നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിക്കും. And just because I said that word, I'm going എനിക്ക് to നിന്നെ bless you. ഒന്നുകൂടെ പരിശോധിക്കേണ്ടതുണ്ട്. And I need to examine you again. നീ എന്റെ അടുക്കലേക്കൊന്ന് വരിക, ഞാൻ നിന്നെ ഒന്ന് വസരിച്ച് മണത്തു നോക്കട്ടെ, നീ എന്റെ മകൻ ഏശാവാണോ. So let you come nearer to me so that I can smell you and I can realize that you are my first son. യാക്കോബ് അവന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ, And when Jacob was going near to the Isaac, ജ്യേഷ്ഠനായ ഏശാവിന്റെ കുപ്പായം എടുത്തിട്ടുണ്ട് അപ്പന്റെ അടുക്കലേക്ക് ചെന്നു. and when he went there, he took his brother's coat and went near him. ഇസ്ഹാക്ക് അവനെ ചേർത്തു പിടിച്ചു ചുംബിച്ചു. And Isaac actually hugged him and kissed him. ഇസ്ഹാക്ക് മണത്തു നോക്കിയപ്പോൾ ആദിജാതൻ ഏശാവിന്റെ കുപ്പായത്തിൽ നിന്ന് ആദിജാതന്റെ മണം പുറത്തു വരുന്നു. And when Isaac smelled, he got the smell of Isaiah from the coat of the first one. ഇസ്ഹാക്ക് പറയുകയാണ്, ഇത് എന്റെ ആദിജാതൻ ഏശാവിന്റെ മണം. And I know that this smell is of my first son. ഈ മണം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിക്കും. Because of this smell, I am going to bless you. നിന്റെ ശബ്ദം കേട്ടാൽ നീ യാക്കോബാ. Because of your voice, you seem like Jacob.
എങ്കിലും എന്റെ ആദ്യജാതൻ ഏശാവിന്റെ മണം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. Because you have the smell of my first son, I am going to bless you. എങ്ങനെയാ യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടത്? And how Jacob got blessed? അവൻ യാക്കോബ് അനുഗ്രഹിക്കപ്പെടാൻ ഒരു കാരണം അവനിൽ നിന്ന് പുറത്തു വന്ന ആദ്യജാതനായ ഏശാവിന്റെ മണമാണ്. And the only one thing why Jacob got blessed is the smell that has come out, that is of his firstborn. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോടും എനിക്ക് പറയാനുള്ള ദൂത് അത് തന്നെയാ. And the same message I want to convey to you today. നാം അനുഗ്രഹിക്കപ്പെട്ടത് നാം എല്ലാം ഭക്തരായതുകൊണ്ടല്ല. We all are blessed not because we are faithful, നാം ഒന്നും ആത്മീകരായതുകൊണ്ടല്ല. not because we are spiritual people, നാം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തത് കൊണ്ടല്ല. not because you have done lot of things for the Lord. പിന്നെ എന്താണ്? Then what is the reason? ഗലാത്യ ലേഖനം 3:27 വായിക്കുന്നു. Galatians chapter 3 verse 27. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ എല്ലാവരും നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. And the one who has taken the baptism to be with the Christ, they are wearing the ഒരുവൻ Christ. സ്നാനപ്പെട്ടപ്പോൾ And when someone got baptized, അവൻ ധരിച്ച ഒരു ഉടുപ്പുണ്ട്, ദൈവത്തിന്റെ ആദ്യജാതനായ ക്രിസ്തുവിന്റെ ഉടുപ്പ്. and he had clothed with the Christ. അത് പുറത്തു കിടക്കും തോറും ആ സൗരഭ്യവാസന പുറത്തു വരികയാണ്. And when you have the cloth of Christ, you will have that sweet savor. ആ സൗരഭ്യവാസന പുറത്തു വരുന്നിടത്തോളം കാലം അകത്തു ചതിയനായ കാലുവാരിയായ യാക്കോബിനെ പോലെ ആണെങ്കിലും നമ്മെ അനുഗ്രഹിക്കാതിരിക്കാൻ ദൈവത്തിന് കഴിയില്ല. As long as you have that sweet savor of Christ, doesn't matter what kind of person you are, you will be blessed. നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും ജീവിതത്തിൽ പഴയ സ്വഭാവമില്ലേ? എന്നിട്ടും ദൈവം നമ്മെ അനുഗ്രഹിച്ചത് നമ്മുടെ ഭക്തിയുടെ കൂടുതലല്ല, നമ്മുടെ മേൽ വീണ ആദ്യജാതന്റെ പുതപ്പ് നിമിത്തമാണ്. Although we are baptized and you may have a lot of filthy nature in you, but still you are blessed because of the Lord. യേശു ക്രിസ്തുവിനെ അറിഞ്ഞതാണ് നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് കാരണം. Yes, we are blessed just because we put on Christ. യേശു ക്രിസ്തുവിന്റെ സൗരഭ്യവാസന നമ്മുടെ മേൽ വന്നതാണ് അനുഗ്രഹങ്ങൾക്ക് We കാരണം. are blessed because we have the sweet savor of our Lord. യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ അനുഭവിച്ചതാണ് നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് കാരണം. We are blessed just because we experience Christ in our life. നമ്മൾ ഭക്തരായതുകൊണ്ടല്ല ദൈവം നമ്മെ അനുഗ്രഹിച്ച, അവന്റെ നാമ നിമിത്തമാണ് അനുഗ്രഹിച്ചത്. We are blessed not because of our faithfulness, we are blessed because of his name. നമ്മുടെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടല്ല ദൈവം നമ്മെ അനുഗ്രഹിച്ചത്, അവന്റെ നാമ നിമിത്തമാണ് അനുഗ്രഹിച്ചത്. We are blessed not because of our prayer life, we are blessed because of his name. ആമേൻ. പൗലോസ് പറയുകയാണ്, Paul is saying here, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. and Abraham's blessing to come into the Gentiles through Christ. ജാതികൾക്ക് ഒരു അനുഗ്രഹം കിട്ടിയത് എങ്ങനെയാണ്? ക്രിസ്തു യേശു നിമിത്തമാണ്. How the Gentiles got blessing through Christ. യേശു ക്രിസ്തുവിനെ അറിഞ്ഞതാണ് നമ്മുടെ അനുഗ്രഹം. We are blessed because we know the Christ. നമ്മൾ ആരായിരുന്നു? Who were us before? അവൻ യജമാനനില്ലാത്തവരായിരുന്നു, We were having no master. ചോദിക്കാൻ We ആളില്ലാത്തവരായിരുന്നു, didn't have anyone to ask for us. തകർന്നവരായിരുന്നു, We were destroyed. ആമേൻ, നാറ്റം വമിക്കുന്നവരായിരുന്നു, We were stingy in our lives. ആമേൻ, റീയൂസ് ചെയ്യുവാൻ കഴിയാതെ റീപ്രൊഡക്റ്റീവ് ആക്കുവാൻ കഴിയാതെ തകർന്ന ജീവിതത്തിന്റെ ഉടമകളായിരുന്നു. We were useless. ആമേൻ. എന്നാൽ ഇപ്പോൾ നമ്മൾ ആരാണ്? Now who we are? നാം ദൈവമക്കളാണ്. We are the children of God. ആമേൻ. മൂന്നാമത്തെ ചിന്ത, Third topic. ആമേൻ, മുമ്പ് നാം ആയിരുന്ന സ്ഥാനത്ത് നിന്ന് From the place where we were before, ഇപ്പോഴായിരിക്കുന്ന സ്ഥാനത്തേക്ക് currently who we are, നമ്മൾ വരുവാൻ to become like this, നമുക്ക് വേണ്ടി ദൈവപുത്രൻ എന്ത് ചെയ്തു? what Lord had done for us. ഇന്നലകളിലെ തകർന്ന ജീവിതത്തിൽ നിന്ന് From our perishable life in the past, ദൈവപൈതൽ എന്ന അനുഭവത്തിലേക്ക് വരുവാൻ to come to a place called child of സ്വർഗത്തിലെ God. ദൈവപുത്രൻ നമ്മളോട് കാണിച്ച കരുണയുണ്ട്. What did the Lord had done for us? ആമേൻ. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ And when we learn the word of God, ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, Philippians chapter 2 verse 6, അവൻ ദൈവരൂപത്തിലിരിക്കെ although he had the form of God, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ and he didn't hold the equalness of God, ദാസരൂപമെടുത്ത് and he didn't keep that equality, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. and he came like a servant to the Lord, to the earth. എന്താ അതിന്റെ അർത്ഥം? And what does that mean? അവൻ ദൈവരൂപത്തിലിരിക്കുന്ന മലയാളം ബൈബിളിൽ, And it says in the Malayalam, it says that in the form of Lord. ഒറിജിനൽ ഗ്രീക്ക് ബൈബിൾ വായിക്കുമ്പോൾ And when you read in the Greek, അവൻ ദൈവമായിരിക്കെ, in the Greek it says he is God. ദൈവിക അധികാരം ഉണ്ടായിരിക്കെ, Although he had the authority of Godship, ദൈവമായിരിക്കുവാനുള്ള സകല അവകാശവും ഉണ്ടായിരിക്കെ, and he was the God, അത് വിട്ട് താണ ഭൂമിയിൽ ഇറങ്ങി മനുഷ്യനായി വിളങ്ങി. and he left everything and came down like a human being. എന്താ അതിന്റെ അർത്ഥം? And why he came like a man? ശ്രദ്ധിക്കണം, നമുക്ക് ഒരു നല്ല രാജ്യത്ത് വരാൻ ഒരു അവസരം കിട്ടി. And we have come here, ഈ രാജ്യത്ത് വന്നപ്പോൾ ഞാനും പലരെ പരിചയപ്പെട്ടു. and when I came in
this country, I also came to know many people. ഒരച്ഛൻ എന്നോട് ഭയങ്കര സ്നേഹം തോന്നി, And one uncle had ഒത്തിരി fell സ്നേഹം out for me, തോന്നി. yeah. അദ്ദേഹം എന്നെ പിക്ക് ചെയ്ത് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി, And uncle took me at different places. പല കാര്യങ്ങൾ സംസാരിച്ചു. And we talk about different things. ഒരിക്കൽ സംസാരിച്ചു വരുമ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, And that uncle told me once, എന്റെ പാസ്റ്ററെ ഈ രാജ്യത്ത് ജനിക്കാതെ പട്ടിയായിട്ട് ജനിക്കണം. and if you have to be born in this country, you have to be born like a dog. ഞാൻ ചോദിച്ചു അതല്ല, Why you have to be born like a ഇവിടുത്തെ dog? മനുഷ്യരെക്കായി പ്രിവിലേജാ ഇവിടുത്തെ പട്ടികൾക്ക്. Because here the dog gets more privilege than a man. ഇവിടുത്തെ ആൾക്കാർ മരിക്കുമ്പോൾ അവർ സ്നേഹിക്കുന്ന പട്ടിക്ക് വേണ്ടി അവരുടെ പ്രോപ്പർട്ടി ഒക്കെ എഴുതി വെച്ച് മരിക്കും. And here if a man has some dogs, then he writes everything his will for ഇവിടെ his dog. ഇവിടെ നമ്മൾ 30 വർഷം മോർഗേജ് അടച്ചാലും വീട് കിട്ടുന്നില്ല, പക്ഷെ പട്ടിക്ക് ഒന്നും ചെലവാക്കണ്ട. And here we have to work hard and pay the mortgage for 30 years to have a house. ഞാൻ പറഞ്ഞ അച്ഛൻ ഒരു അവസരം ഉണ്ടെങ്കിൽ കിട്ടിയാൽ എടുത്തോളം. And okay, I told if you have that opportunity, take that chance. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. And pastor said, I don't want it. കാരണം ഞാൻ മൃഗത്തിന്റെ ബാക്കി പത്രമല്ല. I don't want to be a dog, I want to be a man. നമ്മൾ മൃഗത്തിന്റെ സ്പീഷീസ് അല്ല. We are not the species of a dog. നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി പഠിക്കാറുണ്ട് ഡാർവിന്റെ എവല്യൂഷൻ തിയറി. And we always learn about the evolution theory. എന്താ പഠിപ്പിക്കുന്നത്? നമ്മൾ വലിയപ്പച്ചൻ കുരങ്ങനായിരുന്നാ പഠിപ്പിക്കുന്നത്. And it says that our ancestor was a monkey. എനിക്ക് ഡാർവിനോട് ചേരാൻ പറ്റുകയില്ല. And I don't want to listen to that Darwin എന്റെ theory. വലിയപ്പൻ കുരങ്ങനാന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കുകയില്ല. I'm not going to say that my ancestor was a ഞാൻ monkey. മൃഗത്തിന്റെ ബാക്കി പത്രമല്ല. I am not coming from the ancestor of തെളിയിക്കാൻ ഒത്തിരി monkey. കാര്യങ്ങൾ പറയണം. There are a lot of proofs. മനുഷ്യനും മൃഗവും തമ്മിൽ രണ്ട് സ്പീഷീസ് ആണ്. And man and a animal is two different ഒരു species. വ്യത്യാസം പറയാം. I can say a difference. മനുഷ്യന് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ട്, മൃഗത്തിന് ആഗ്രഹങ്ങളില്ല, ആവശ്യങ്ങളേ ഉള്ളൂ. A man has ambitions and decisions, but an animal doesn't have it. മനുഷ്യന് ആഗ്രഹങ്ങൾ മാത്രമല്ല ആവശ്യങ്ങൾ മാത്രമല്ല ആഗ്രഹങ്ങളും ഉണ്ട്. And a man has ambitions and has desires. മൃഗത്തിന് ഒരു നിലയിലും ആഗ്രഹങ്ങളില്ല, ആവശ്യങ്ങളേ ഉള്ളൂ. And an animal, he has needs. ഒരു തെളിവ് പറയാം. And I can't give you a proof. ഉപവാസ പ്രാർത്ഥന തുടങ്ങുമ്പോഴേ നമ്മൾ പറയും ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം KFC കഴിക്കാൻ പോകാൻ. And when you start the fasting prayer, ഉപവാസ പ്രാർത്ഥന തുടങ്ങുമ്പോഴേ നമ്മൾ പറയും ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോയി KFC കഴിക്കണം. and when you start a fasting prayer, you say that okay, I want to finish this fasting prayer and go and eat KFC. അത് നമ്മുടെ ആഗ്രഹമാണ്. And that is a desire. പക്ഷേ ഒരു ഡോഗ് രാവിലെ എഴുന്നേറ്റ് KFC കഴിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. And a dog never says that he wants KFC. ലണ്ടനിൽ പോയത് കറങ്ങണമെന്ന് പറഞ്ഞിട്ടില്ല. And a dog never says that he wants to roam around. കാര്യം അതിന് ആഗ്രഹങ്ങളില്ല. Because it doesn't have any desire. നമ്മൾ അങ്ങനല്ല, നമ്മൾ വ്യത്യസ്തരാണ്. But we are different. നമ്മൾ മനുഷ്യരാണ്, ഹ്യൂമൻ ബീയിങ് ആണ്. And we are human beings. എന്നാൽ ദൈവം ദൈവമാണ്. But God is God. ശ്രദ്ധിക്കൂ, നമ്മൾ മനുഷ്യരായിരിക്കെ and when we are human beings, നമ്മുടെ താഴെയുള്ള ഒരു സ്പീഷീസിലേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ നമ്മൾ കേൾക്കുകയില്ല. and we never go into a species which is lower than us. ഡോഗിന് എത്ര പ്രിവിലേജ് ഈ രാജ്യത്തുണ്ടെങ്കിലും എന്നോട് ഡോഗ് ആകാൻ പറഞ്ഞു ഞാൻ പോവുകയില്ല. It doesn't matter what privileges dog has in this country, I am not going to become a ഞാൻ dog. പറയും എന്റെ സ്പീഷീസിൽ അല്ലാതെ, because I am not in the dog species. എന്നേക്കാൾ താഴെയുള്ള സ്പീഷീസ് ആ ഡോഗ്. And my species is much better than a dog species. എന്നാൽ ദൈവം ചെയ്ത എന്നാണെന്നറിയാമോ? But what God has done, സൂപ്പർ സ്പീഷീസ് ആയിരുന്നവൻ the one who has the super species, ഒരു തേർഡ് റേറ്റ് സ്പീഷീസിലേക്ക് ഇറങ്ങി വന്നു. and the one which is lower than him, he came down. അവൻ 8-ാം സങ്കീർത്തനം വായിക്കുന്നു. And when you read Psalm 8, അവനെ ദൈവത്തെക്കാൾ അല്പം താഴ്ത്തിയെന്ന്. and he has become little lower than Lord. എന്നാൽ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് And when you read in Hebrews, അവനെ ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തിയെന്നാണ്. and he became more privileged than the അപ്പോൾ angels. ദൈവമായിരുന്നവൻ The one who was Lord, അവൻ മൂന്നാമത്തെ സ്പീഷീസിലേക്ക് ദൂതനിലും താഴെയുള്ള ഒരു സ്പീഷീസിലേക്ക് ഇറങ്ങി വന്നു. and then he came into the species which is much lower than him. അതിന് ദൈവപുത്രൻ മടി കാണിച്ചില്ല. And the Lord has never felt anything എന്റെ about it. സ്പീഷീസ് അല്ലെന്ന് പറഞ്ഞില്ല. And the Lord never said that it is not my species. എന്നെ നേടേണ്ടതിന് So that he can redeem അവൻ me. ഉന്നതി വിട്ടു. And he left the high places എന്നെ നേടേണ്ടതിന് to redeem me. ദൈവിക അധികാരം വിട്ടു. He left everything എന്നെ നേടേണ്ടതിന് to redeem me. അവൻ ദൈവ സാന്നിധ്യം വിട്ടു. He left the presence of the Lord. സ്വർഗം വിട്ടു. He left the heaven. ഈ താണ ഭൂമിയിലേക്ക് എന്നെ പോലെ ഒരുവനായി ഇറങ്ങി വന്നു. He came to the earth like a man. എന്താ ദൈവപുത്രൻ ചെയ്തത്? Why did the child of എന്നെ അവനെ പോലെയാകാൻ to become like him? അവൻ എന്നെ പോലെയായി. He became like me. ഇന്ന് ആ സന്ധ്യയിൽ മനസ്സിലാകുന്നു ദൈവമക്കളെ,
and the one who understands it, മനുഷ്യന് ഒരു നേച്ചറുണ്ട്. then there is a nature for a human being. നമ്മുടെ സെയിം സ്റ്റാറ്റസ് അല്ലാത്ത ഒന്നിനോട് ഇടപെടാൻ നമുക്കൊരു മടിയുണ്ട്. A man never wants to agree with anyone who is not in the same നമ്മുടെ status. സെയിം സ്റ്റാറ്റസിൽ ഇല്ലാത്തവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ മടിയുണ്ട്. You don't want to communicate with a person who is lower than you, നമ്മുടെ സെയിം സ്റ്റാറ്റസിൽ ഇല്ലാത്തവരുമായിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പിന് മടിയുണ്ട്. and you don't want to keep any relation with the people who are lower than you. നമ്മളെക്കാൾ താഴ്ന്ന ഒരു ലെവലിലുള്ള ഒരു മനുഷ്യനോട് പോലും നമ്മൾ ബന്ധം കൂടാൻ മടിക്കുന്നവരാ. And we don't even want to communicate a person who is lower than us. എന്നാൽ നമ്മളെക്കാൾ താഴ്ചയുള്ള ദൈവം തന്നെക്കാൾ താഴ്ചയുള്ള ഒരു തേർഡ് റേറ്റ് സ്പീഷ്യസിലേക്ക്, ദൂതന്മാരിലും താഴെയുള്ള മാനുഷിക വേഷത്തിലേക്ക് ഇറങ്ങി വരാൻ മടി കാണിച്ചില്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ മനസ്സലിവ്. But our Almighty God, He didn't feel anything to come to such a lowly state like a man. നമ്മൾ സ്റ്റാറ്റസ് നോക്കുന്നത് പോലെ ദൈവം സ്റ്റാറ്റസ് നോക്കിയില്ലെന്ന്. Our compassionate God never looked at the status. നമ്മൾ പലതും ചിന്തിക്കുന്നത് പോലെ ദൈവം ചിന്തിച്ചിരുന്നെങ്കിൽ നാം അവനെ പോലെ ആകില്ല. If God had thought like a man think, then we never would have become like him. അതാണ് ദൈവത്തിന്റെ മനസ്സലിവ്. That is what the compassion for the Lord. നാലാമത്തെ കാര്യം നമ്മുടെ പ്രിവിലേജ് നാം അറിയണം. And fourth thing, you need to know your privilege. 1 പത്രോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ And in 1 കഴിയുകയാണ്. Peter chapter 2, മനുഷ്യർ തള്ളിയതെങ്കിലും the one who was forsaken by the man, ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യമായ and the one which is better, ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്, which is better in the presence of the നിങ്ങളും Lord, ജീവനുള്ള കല്ലുകൾ എന്ന പോലെ the one who are the stone of life, ആത്മിക ഗൃഹമായി and you should become the ദൈവത്തിന് യാഗം കഴിപ്പാൻ തക്ക you should become the home of the spiritual life, വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. and you have to be prepared for the ഇതാ priesthood. ഞാൻ ശ്രേഷ്ഠവും മാന്യമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, And there is a cornerstone in Zion. അവരിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. The one who believes in never be ashamed. അവരിൽ വിശ്വസിക്കുന്നവന് The one who believes in him, അവൻ ആ മാന്യതയുണ്ട്. and he will get that gesture. ഇതാ ഞാൻ ശ്രേഷ്ഠവും മാന്യമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു. And there is a big precious stone which is in the cornerstone in the Zion. അവരിൽ വിശ്വസിക്കുന്നവന് And the one who believes in him, ആ മാന്യതയുണ്ട്. and he will have the same ഏതു justification. മാന്യത? And what prejudice? സിയോനിലിട്ട മൂലക്കല്ലിന് എന്തു മാന്യതയുണ്ടോ ആ മാന്യത. The same justice what has that cornerstone in Zion. ഇതാ ഞാൻ ശ്രേഷ്ഠവും മാന്യമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു. And that is a very high quality one. ഏതാണ് ശ്രേഷ്ഠവും മാന്യമായ ആ മൂലക്കല്ല്? And which one is that precious stone? ഏതാണ് സിയോനിലിട്ട മൂലക്കല്ല്? Which is that precious stone? അത് യേശു ക്രിസ്തുവാണ്. And that cornerstone is Christ. സ്വർഗ്ഗത്തിലെ ദൈവം പറയുകയാണ്, And the Lord from heaven says, സിയോനിലുള്ള ഇട്ട മൂലക്കല്ലായ യേശുവിന് the cornerstone which is in heaven, സ്വർഗ്ഗത്തിൽ എന്തു മാന്യതയുണ്ടോ and whatever precious thing that Lord has there, അവരിൽ വിശ്വസിക്കുന്നവന് the one who has faith in ആ him, യേശുവിന് സ്വർഗ്ഗം കൽപ്പിച്ച ആ മാന്യതയുണ്ട്. and the same justice will be given. ഇന്ന് രാത്രി ഈ സന്ധിയിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, The person who sits here, അവൻ നിങ്ങൾക്ക് ദൈവം കൽപ്പിച്ച മാന്യത എന്താണെന്നറിയാമോ? and you know what God had given you, യേശുവിന് സ്വർഗ്ഗം കൽപ്പിച്ച മാന്യത. and the same situation നീ what Lord had given the Christ. സാധാരണക്കാരനല്ല, You are not a common man. നീ അസാധാരണത്വമുള്ളവനാണ്. You are an uncommon man. നീ തകർന്നവനല്ല, You are not perished. നീ ദൈവവൈതലാണ്. You are a child of God. നീ ഉടഞ്ഞവനല്ല, You are not perished. നീ പണിയപ്പെട്ടവനാണ്. You have, നീ യജമാനനില്ലാത്തവനല്ല, you have a master. നീ യജമാനനുള്ളവനാണ്. You have a master. നിനക്ക് ചോദിക്കാൻ ആളില്ലെന്നല്ല, You have a someone to- നിനക്കൊരു അപ്പനുണ്ട്. You have a father. നിനക്ക് അവൻ സ്വർഗം അന്യമല്ല, You have the heaven. നീ സനാതനാണ്. You are not an orphan. അവൻ അനാഥനല്ല, You are not an orphan. നിനക്കൊരു ഉത്തരവാദിയുണ്ട്. You have a നീ responsibility. യേശുവിനെ പോലെയാണ് സ്വർഗത്തിന്റെ മുമ്പിൽ. You are same like Christ. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരു കാര്യം കൂടെ അറിയണം. And we should know one thing today. സ്വർഗത്തിലെ ദൈവപുത്രന് സ്വർഗം കൽപ്പിച്ച മാന്യത അത്രയ്ക്ക് വലുതാണെങ്കിൽ, And if God had that kind of preciousness in the അതേ Lord, പ്രിവിലേജ് ആണ് ദൈവപൈതലിന് ദൈവസഭയ്ക്കകത്ത്. and the same privilege God has given the child of എന്താ God. യേശുവിന്റെ പ്രത്യേകത? And what is the peculiarity of God? അവൻ യേശു കർത്താവിന്റെ പ്രത്യേകത ഒത്തിരി പഠിക്കണം. And you should know the characteristic of യേശു Jesus. കർത്താവ് അവൻ ഗദരദേശത്ത് പോയി. ഒരു ചിന്ത പറയാം, ഗദരദേശത്ത് പോയി. And when Jesus had gone to a place called Gethsemane, അവൻ ബോട്ട് കയറി യാത്ര ചെയ്ത് ഗദരദേശത്തെത്തി. and he passed through the Galilee, ഗദരദേശം he reached the place called Gethsemane, അവൻ ഗദരദേശത്തെത്തിയപ്പോൾ ഒരു ഭൂതഗ്രസ്തൻ
And there was a man who had afflicted by the evil spirit. അവരിങ്ങോട്ട് വന്നിട്ട് യേശുവിനോട് പറയാ, യേശുവേ, സമയത്തിന് മുമ്പേ ഞങ്ങൾ തെറ്റിപ്പിടിപ്പാൻ. And the person came to Lord and said that why you have come before time. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശു അങ്ങോട്ട് ചെന്നപ്പോൾ ഭൂതം വിട്ടുപോവുകയും. And that means that when Joseph had reached there, that the evil spirit was casting away. അവൻ ഗലീലയിലും ശമര്യയിലും യഹൂദയിലും ശുശ്രൂഷിച്ചു. And he has gone to 3 places and he രോഗികളെ സൗഖ്യമാക്കി. he healed the sick. ഭൂതങ്ങളെ പുറത്താക്കി. He cast out the devils. യേശുവിന്റെ വാക്കുകൾ രോഗികളെ സൗഖ്യമാക്കി. And in front of Jesus he the യേശുവിന്റെ വാക്കുകൾ ഭൂതങ്ങൾ വിട്ടുപോകുന്നു. in front of God's word with the 18 വർഷമായി കൂനിയായ അമ്മച്ചി സൗഖ്യമായി. and the lady who was afflicted by the യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ 12 സംവത്സരം രക്തസ്രാവം സൗഖ്യമായി. and the bleeding woman who had touched the യേശു അൽപ്പിച്ചപ്പോൾ കുരുടൻ സൗഖ്യമായി. the person who got the sight. യേശു തൊട്ടപ്പോൾ കുഷ്ഠരോഗി സൗഖ്യമായി. the leper got healed. യേശുവിന്റെ പ്രിവിലേജ് മനസ്സിലായോ? You can understand. യേശു എന്ത് പ്രിവിലേജ് ഉണ്ടോ ആ പ്രിവിലേജ് ദൈവസഭയ്ക്കുണ്ട്. നീ സാധാരണക്കാരനല്ല. നിന്റെ വാക്കിന് മുമ്പ് ജീവിതത്തിൽ വിടുവിക്കപ്പെടാനുണ്ട്. നിന്റെ വാക്കിന് മുമ്പ് ജീവിതത്തിൽ ധൈര്യം പ്രാപിക്കേണ്ടതുണ്ട്. അവൻ തകർന്നവരെ പണിതിട്ടുണ്ട്. ഹൃദയം തകർന്നവരെ പുറമുഖത്ത് യേശു ഉപയോഗിക്കപ്പെട്ടെങ്കിൽ Jesus how he ആ പ്രിവിലേജ് നിനക്കുണ്ട്. the same നീ സാധാരണക്കാരനല്ല, നീ അസാധാരണത്വമുള്ളവനാണ്. അവൻ നാം ആരായിരുന്നു? നാം തകർന്നവരായിരുന്നു. നാം ആരായിരുന്നു? ഉത്തരവാദിയില്ലാത്തവരായിരുന്നു. നാം ആരായിരുന്നു? നാറ്റം വമിക്കുന്നവരായിരുന്നു. നാം ആരായിരുന്നു? അവൻ അൺപ്രോഫിറ്റബിൾ ആയിരുന്നു. അവൻ വീണ്ടെടുക്കുവാൻ കഴിയാത്തവരായിരുന്നു. തകർന്നുപോയ ജീവിതത്തിനുള്ളവരായിരുന്നു. എന്നാൽ അവൻ നമ്മുടെ ജീവിതത്തെ മാറ്റി. അനുഭവത്തെ മാറ്റി. നാറ്റം വമിച്ച അനുഭവത്തെ മാറ്റി. തകർന്ന ജീവിതത്തെ മാറ്റി. ദൈവപുത്രനോട് തുല്യരാക്കി. നാം ദൈവമക്കളാണ്. അതിനുവേണ്ടി അവൻ ചെയ്തത് നമ്മെ അവനെ പോലെയാക്കാം. അവൻ നമ്മെ പോലെയായി. ഇത് ഓർത്താൽ ആരാധിക്കാൻ ആരുടെയും പ്രേരണ വേണ്ട. ഇത് ഓർത്താൽ സ്തോത്രം പറയാൻ ആരുടെയും വാക്കുകളുടെ അകമ്പടി വേണ്ട. നിന്നെ ആരാക്കിയെന്ന് ഓർത്താൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ മടിക്കണ്ട. യേശുവിനെ പോലെ നിന്നെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുകയാണ്. അവൻ പൗലോസ് പറയാണ്, നിങ്ങളെ കണ്ടവർ ക്രിസ്തുവിനെ കാണുന്നു. നിങ്ങൾ ക്രിസ്തുവിന്റെ പാത്രങ്ങളാണ്. യേശുവിനെ പോലെ ജീവിക്കാം. തകർന്നതിനെ ആക്കി വെച്ച ദൈവസ്നേഹമാണ് മനസ്സിലെന്ന് പറയുന്നത്. അവൻ തകർന്ന ജീവിതത്തെ വീണ്ടെടുക്കാൻ സ്റ്റാറ്റസ് നോക്കാതെ ഇറങ്ങി വന്നവന്റെ സ്നേഹമാണ് അവന്റെ മനസ്സിന് പിന്നെ ശ്രദ്ധ. ഇന്ന് പറഞ്ഞത് മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രവേശിക്കുന്ന ഒരു ദൈവം ഇതല്ലേ. അവന്റെ ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. ആരാധിക്കുന്ന ദൈവം ഇതിൽ അറിയേണ്ടത് യേശുവിനെ വേണ്ടി എന്തു ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയ ഭൗതിക നന്മകളുടെ അടിസ്ഥാനത്തിലല്ല നാം ദൈവത്തെ ആരാധിക്കുന്നത്. നമുക്ക് കിട്ടിയ ക്രിസ്തുവിന്റെ സ്നേഹത്തെ അടിസ്ഥാനമാക്കി യേശു കർത്താവിനോട് കാണിച്ച കാൽവരിയിലെ സ്നേഹ നിമിത്തം ദൈവമക്കളാകാൻ അവസരം കിട്ടിയവരാണ് ദൈവത്തെ ആരാധിക്കുവാൻ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പകൽ അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഈ വചനചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ ആരാധിക്കുന്ന ദൈവം ഇതല്ലേ. നീ ആരായിരുന്നു മറക്കരുത്. നീ ആരായിരിക്കുന്നു എന്ന് മറക്കരുത്. നീ ഇന്നായിരിക്കുന്ന പദവിയിൽ വരാൻ ദൈവത്തിന് എന്തു ചെയ്തു എന്ന് മറക്കരുത്. നിന്റെ പ്രിവിലേജ് മറക്കരുത്. ഈ നിലയ്ക്ക് ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ദൈവത്തിലേക്ക് ഏൽപ്പിക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയ്ക്ക് അവസരമൊരുക്കി തന്ന സഭയോട്, ദൈവഭൃത്യനോട്, കുടുംബങ്ങളോട് നന്ദി പറയുന്നു. God bless you and thank you. Thank you everyone in this church.